യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയോടൊപ്പം യുക്രൈനെതിരെ പോരാടുകയാണ് കിമ്മിന്റെ നേതൃത്വത്തിലുള്ള ഉത്തര കൊറിയൻ സൈന്യം. എന്നാൽ യുദ്ധക്കളത്തിൽ ആശയവിനിമയം തെറ്റായി നടക്കുന്നതായി റിപ്പോർട്ട്. റഷ്യൻ സൈന്യം പറയുന്ന യുദ്ധതന്ത്രങ്ങൾ ഉത്തര കൊറിയൻ സൈന്യത്തിന് മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് റഷ്യൻ ഉത്തര കൊറിയൻ സൈനിക ദളങ്ങൾ തമ്മിൽ കാര്യമായ ഏകോപന പ്രശ്നങ്ങളും ആശയവിനിമയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ ഭാഷാ തടസ്സങ്ങൾ മൂലം ഉത്തര കൊറിയൻ സൈനികർ കഴിഞ്ഞ ദിവസം റഷ്യൻ സൈനികരെ വെടിവെച്ചു. ആക്രമണത്തെ തുടർന്ന് 8 റഷ്യൻ സൈനികർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റഷ്യയുടെ ചെച്ചൻ അഖ്മത് യൂണിറ്റിലെ 8 അംഗങ്ങളെയാണ് ഉത്തര കൊറിയൻ സൈനികർ കൊലപ്പെടുത്തിയതായി യുക്രൈൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. റഷ്യൻ സൈനികരെ ശത്രുക്കളായി തെറ്റിദ്ധരിച്ച് അവർക്കുനേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. സംയുക്ത സൈനിക നീക്കങ്ങളിൽ ഫലപ്രദമായ ഏകോപനം അനിവാര്യമാണെന്നും ആശയവിനിമയത്തിന് കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ഇല്ലെങ്കിൽ മാരകമായ തെറ്റുകൾക്ക് കാരണമാകുമെന്നും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉത്തര കൊറിയൻ സൈനികർ വിന്യസിക്കപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു. ഉത്തര കൊറിയൻ സൈനികർക്ക് അവരുടെ മാതൃഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും വശമുണ്ടാകില്ല എന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ്. യുദ്ധമുന്നണിയിലെ ഉത്തര കൊറിയൻ സൈനികർക്കിടയിൽ കനത്ത ആൾനഷ്ടം ഉണ്ടാകുന്നതായി യുക്രൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ കണക്കുകളും സാഹചര്യങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഉത്തര കൊറിയൻ സൈന്യം റഷ്യയിലേക്ക് പോയതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ സ്ഥിരീകരിച്ചിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ ആയിരക്കണക്കിന് സൈനികരെ അയക്കുന്നുണ്ടെന്ന് യുക്രൈനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിലാണ് സ്ഥിരീകരണം. റഷ്യയിൽ വിന്യസിക്കാൻ ഏകദേശം 10,000 ഉത്തര കൊറിയൻ സൈനികരും സാങ്കേതിക ഉദ്യോഗസ്ഥരും തയ്യാറെടുക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അടുത്തിടെ പ്രസ്താവിച്ചിരുന്നു. റഷ്യൻ യുദ്ധശ്രമത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മിലിറ്ററി എഞ്ചിനീയറിംഗ്, വെടിമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉത്തര കൊറിയൻ സൈനികർ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് CNN-നുമായി പങ്കുവച്ച യുക്രൈൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ പരിശീലന ആവശ്യങ്ങൾക്കായി എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ 1500ഓളം സൈനികരെ ഉത്തര കൊറിയ, റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക സഹകരണം US, യൂറോപ്യൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഉത്തര കൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നത് തുടരുമ്പോൾ പോങ്യാങ്ങിന് പകരം എന്ത് ലഭിക്കുമെന്ന ചോദ്യങ്ങളും ഉയർന്നുവരുന്നു. യുക്രൈനും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്കും വെല്ലുവിളിയായാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം ശക്തിപ്പെടുത്തുന്നത്. സ്ഥിതിഗതികൾ വികസിക്കുമ്പോൾ ആഗോള സമൂഹം റഷ്യയുടെ യുദ്ധശ്രമങ്ങളിൽ ഉത്തര കൊറിയയുടെ ഇടപെടലിന്റെ സാധ്യതകളും ഭാവി ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കുള്ള സൂചനകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.